വടകര ലഹരിക്കടത്ത് കേസിലെ പ്രതി കീർത്തനയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. വടകര NDPS കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ലഹരി ഇടപാടുകളുടെ സൂത്രധാരനായ ഷിൻഡോ ഷിബുവിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതി കർണാടകയിലേക്ക് കടന്നുകളഞ്ഞതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന BRC അധ്യാപിക കീർത്തന കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. നിലവിൽ പിടിയിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ കോളുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിലൂടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിനകം ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം വിശകലനം ചെയ്തത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ATMകൾ വഴി പണം പിൻവലിച്ചവരെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ATM കൗണ്ടറുകളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ അന്വേഷണ സംഘം ബാങ്കുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പണം പിൻവലിച്ചതായി കണ്ടെത്തുന്നവരും കേസിൽ പ്രതികളാകും. കേസിലെ ഏറ്റവും നിർണായക കണ്ടെത്തൽ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടതാണ്. അധ്യാപികമാരിൽ നിന്നും മറ്റു ഏജന്റുമാരിൽ നിന്നും സമാഹരിച്ച ലഹരിപ്പണം മുഴുവൻ വയനാട് സ്വദേശിയായ മൊത്തവിതരണക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് പോലീസിന് വ്യക്തമായി. പിടിയിലായ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് QR കോഡ് വഴി കോടിക്കണക്കിന് രൂപ കൈമാറിയത് ഈ വയനാട് സ്വദേശി നിർദ്ദേശിച്ച വ്യക്തിക്കാണ്. വെറും 6 മാസം കൊണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടാണ് ജിജിലിന്റെ അക്കൗണ്ട് വഴി നടന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഒളിവിലുള്ള വയനാട് സ്വദേശി ഷിൻഡോ ഷിബുവിനായി പോലീസ് വലവീശി കഴിഞ്ഞു. ഇയാൾ പിടിയിലാകുന്നതോടെ കേസിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെടെ വൻ സംഘം പ്രതികളാകുമെന്നാണ് സൂചന. ജനം, കോഴിക്കോട്.